നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോറി വാറാണ്. ലൂയിജി പിരാൻഡലോരെയാണ്. ലൂയിജി പിരാൻഡലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോൺ 1867, ഡൈഡ് 1936 ആണ്. ഇറ്റാലിയൻ ഡ്രാമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. നോബൽ പ്രൈസ് കിട്ടി 1934 ലിറ്ററേച്ചറിന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാജിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ടു ടേൺ സൈക്കോളജിക്കൽ അനാലിസിസ് ഇൻ ടു എ ഗുഡ് തിയേറ്റർ. മനഃശാസ്ത്രപരമായിട്ടുള്ള വിശകലനത്തെ അദ്ദേഹം പലപ്പോഴും ഗുഡ് ഡ്രാമയുടെ രൂപത്തിൽ തിയേറ്ററാക്കി മാറ്റും. പിരാൻഡലോയുടെ ട്രാജിക് ഫാഴ്സസ്. എന്താ ട്രാജിക് ഫാഴ്സസ് എന്ന് പറഞ്ഞാൽ? ട്രാജഡി പ്ലസ് കോമഡി. അത് തിയേറ്റർ ഓഫ് എബ്സേർഡിൻ്റെ മുൻഗാമിയായിട്ടാണ് കാണാറ്. എന്താ തിയേറ്റർ ഓഫ് എബ്സേർഡ് എന്ന് പറഞ്ഞാൽ? അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലോ മനുഷ്യൻ്റെ പ്രവൃത്തികളോ എല്ലാം മീനിങ്ലെസ് ആണ്, യാതൊരു മീനിങ്ങും ഇല്ല എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റാണ് ഇത് തിയേറ്റർ ഓഫ് എബ്സേർഡ്. അതിൻ്റെ മുൻഗാമി ഫോർറണ്ണറായിട്ടാണ് ഈ പിരാൻഡലോരെ ട്രാജിക് ഫാഴ്സസിനെ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത് ഒരു മോഡേണിസ്റ്റ് പ്ലേ ആണ്, 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ആൻ ഓഥർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്ലേയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് റിലേറ്റിവിസം ഇൻ മോഡേൺ തോട്ട്. ആധുനിക ചിന്താഗതിയിൽ റിലേറ്റിവിസം എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൽ പിരാൻഡലോ സ്കിൽഫുള്ളി എക്സ്പ്ലോർ ദ നേച്ചർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു മനസ്സിൻ്റെ നേച്ചർ, സ്വഭാവം അദ്ദേഹത്തിൻ്റെ വർക്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആസ് ഇറ്റലി എൻറ്റേർഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ, ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ പിരാൻഡലോയുടെ മകനായിട്ടുള്ള സ്റ്റെഫാനോ വോളണ്ടിയർ ചെയ്തു യുദ്ധത്തിൽ. എന്നിട്ട് സ്റ്റെഫാനോൻ്റെ പ്രിസണറായിട്ട് കൊണ്ടുപോകുന്നുണ്ട് തടവിലാക്കാനായിട്ട്. ആര്? ഓസ്ട്രോ ഹംഗേറിയൻസ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു വാർ, ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, പബ്ലിഷ് ചെയ്യുന്നത് 1918 അതൊരു മെഡിറ്റേഷൻ ഓഫ് ഹ്യൂമൻ റെസ്പോൺസ് ഇൻ ഫേസ് ഓഫ് വാർ ആൻഡ് ഡെത്ത്. യുദ്ധം, മരണം ഒക്കെ വരുമ്പോൾ എങ്ങനെ മനുഷ്യൻ സമാധാനിക്കുന്നു, എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ദുഃഖങ്ങളൊക്കെ ഒതുക്കുന്നു, ഒരു മെഡിറ്റേഷൻ്റെ രൂപത്തിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി. ഈ ഒരു സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത് ഒരു അറ്റൻഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാവൽ ചെയ്യാണ് ട്രെയിനിൽ. ഹു ഐദർ ഹാവ് ദെയർ ലവ്ഡ് വൺസ് ഫൈറ്റിംഗ് ഇൻ ദ വാർ ഓർ ഹാവ് ലോസ്റ്റ് എ ലവ്ഡ് വൺ ഡ്യൂ ടു വാർ. ഇവരിലെല്ലാവർക്കും ഒന്നില്ലെങ്കിൽ യുദ്ധത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള യാത്രക്കാർ ട്രെയിനിൽ സഞ്ചരിക്കുന്നതാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റോറിയുടെ പ്ലോട്ട്. ആ സമയത്ത് എ കപ്പിൾ, ഒരു ഹസ്ബൻഡും വൈഫും ബോർഡ്സ് ദ നൈറ്റ് ട്രെയിൻ കയറുന്നു. എങ്ങോട്ടാണ് അവർ പോകുന്നത്? റോമിലേക്കാണ്. എന്തിനാണ് പോകുന്നത്? ടു സീ ഓഫ് ദെയർ ഓൺലി സൺ, അവരുടെ ഒരേ ഒരു മകനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹു ഹാഡ് ബീൻ ഡിപ്ലോയ്ഡ് ഓൺ ദ ഫ്രണ്ട് ലൈൻ, അവനിപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ദ സ്റ്റോറി അൺറാവൽസ് ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പാസഞ്ചേഴ്സ്. യാത്രക്കാർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. സ്റ്റോറി അങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ പിരാൻഡലോ റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ലോസ്. നഷ്ടത്തിൻ്റെ സ്വഭാവം എന്താണ് നഷ്ടം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിരാൻഡലോ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹൗ ഫോർ ഈറ്റ് ഇൻഡിവിജ്വൽ, അതായത് ഞാൻ കൊടുക്കുന്ന നഷ്ടത്തിന് കൊടുക്കുന്ന ഡെഫിനേഷൻ ആവില്ല മറ്റൊരാൾ കൊടുക്കുക, അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ദെയർ ഓൺ ലോസ് സീംസ് ആസ് സബ്സ്റ്റാൻഷ്യൽ ദാൻ ദാറ്റ് ഓഫ് അതർ. ചിലവർക്ക് ഒരാളുടെ ദുഃഖത്തേക്കാൾ വലിയതായിട്ട് മറ്റേ ദുഃഖത്തെ ചിലപ്പോൾ തോന്നാം. ഹി ഓൾസോ റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഏജൻസി ഓഫ് ദ സോൾജേഴ്സ് ഹു ഫൈറ്റ് ദീസ് വാർ. അതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് വാറിനെ കുറിച്ചും പറയുന്നു. നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ലെഫ്റ്റ് റോം, അവർ റോമിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാണ്. ബൈ ദ നൈറ്റ് എക്സ്പ്രസ് ഹാഡ് ടു സ്റ്റോപ്പ് അൺടിൽ അറ്റ് ദ സ്മോൾ സ്റ്റേഷൻ ഓഫ് ഫെബ്രിയാനോ ഇൻ ഓർഡർ ടു കണ്ടിന്യൂ ടു ജേർണി by the small fashioned local joining the main line with Salmono. ഈ യാത്രക്കാർ സഞ്ചരിക്കുകയാണ്. റോം ലെഫ്റ്റ് ചെയ്തു. ഒരു രാത്രിയാണ് സഞ്ചരിക്കുന്നത്. അവിടെ ഒരു സ്മോൾ സ്റ്റേഷൻ ഉണ്ട്, ഫാബ്രിയാനോ. അവിടെ അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആളുകൾ കയറാണ്. അറ്റ് ഡോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡോണും ഡസ്കും മോർണിംഗിൽ. ഇൻ എ സ്റ്റഫി ആൻഡ് സെക്കൻഡ് ക്ലാസ് കാരേജിൽ 5 പീപ്പിൾ, ഓൾറെഡി 5 പേരുണ്ട് ആ ഒരു പ്ലേസിൽ, ട്രെയിനിൽ. അവർ രാത്രി കഴിച്ചു. 5 പേരും ആ ഒരു സ്മോൾ പ്ലേസിലാണ് കഴിച്ചു കൂട്ടിയത്. ആ സമയത്ത് എ ബൾക്കി വുമൺ ഇൻ ഡീപ്പ് മോർണിംഗ് വാസ് ഹോയിസ്റ്റഡ് ഇൻ ഓൾമോസ്റ്റ് ലൈക്ക് എ ഷേപ്പ്ലെസ് ബണ്ടിൽ. ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ തുണിക്കെട്ട് പോലെ ഒരു സ്ത്രീ, തടിച്ച ഒരു സ്ത്രീ, ബൾക്കി വുമൺ കയറി. സ്ത്രീ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ബിഹൈൻഡ് ഹെർ, അവളുടെ പിറകിലായിട്ട് പഫിങ് ആൻഡ് മോർണിംഗ്, എന്തോ പിറുപിറുത്തുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഫോളോഡ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡും പിന്നാലെ കയറി. ഹസ്ബൻഡ് എങ്ങനെയാ? എ ടൈനി മാൻ, ചെറിയൊരു മനുഷ്യനാണ്. തീൻ, ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാണ്. ആൻഡ് വീക്ക്ലി, ക്ഷീണിതനാണ്.
ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, ഫേസ് എങ്ങനെയാണോ ഡെത്ത് വൈറ്റ് ആണ്. ഹിസ് ഐസ് സ്മോൾ, ചെറിയ കണ്ണുകൾ, പക്ഷെ ബ്രൈറ്റ് ആണ്. ആൻഡ് ലുക്കിംഗ് ഷൈ ആൻഡ് അൺഈസി, ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയും ഒരു നാണം കേടുള്ള പോലെയുമാണ് ഫേസ്. Having at last taken a seat, politely thanked the passengers who had helped his wife and who had made room for her. അപ്പോൾ അങ്ങനെ അയാൾ ഇരുന്ന സമയത്ത് അയാൾ തൻ്റെ ഭാര്യയ്ക്ക് ഇരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത മറ്റ് യാത്രക്കാരോട് നന്ദി പറഞ്ഞു വിനയത്തോടെ. Then he turned round to woman trying to pull down the collar of her coat. എന്നിട്ട് ഭാര്യയുടെ അടുത്ത് തിരിഞ്ഞ് അവളുടെ കോട്ടിൻ്റെ കോളർ വലിക്കാനായിട്ട് നോക്കി. ആൻഡ് പൊളൈറ്റ്ലി എൻക്വയർഡ്, എന്നിട്ട് അവളോട് ചോദിച്ചു, ആർ യു ഓൾ റൈറ്റ് ഡിയർ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ. ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ്, പക്ഷെ ഭാര്യ ഉത്തരം പറയുന്നതിന് പകരം പുൾഡ് അപ്പ് ഹെർ കോളർ അഗെയിൻ, വീണ്ടും കോളർ വലിച്ച് പൊന്തിച്ചു. സോ ആസ് ടു ഹൈഡ് ഹെർ ഫേസ്, എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ മുഖം ഒളിപ്പിച്ചു വയ്ക്കാൻ. നാസ്റ്റി വേൾഡ് മട്ടേർഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സാഡ് സ്മൈൽ, സങ്കടമുള്ള ചിരിയോട് കൂടി പറഞ്ഞു, നാസ്റ്റി വേൾഡ്, ഈ ലോകം അത്ര നല്ലതൊന്നുമല്ല, നാസ്റ്റി ആയിട്ടുള്ള വേൾഡാണെന്ന് പറഞ്ഞു. And he felt it is his duty to explain to his travelling companions that the poor woman was to be pitied, for the war was taking away from her only son, a boy of 20, to whom both had devoted their entire life, even breaking up their home at Salmona to follow him to Rome, where he had to go as a student, then allowing him to volunteer for war with an assurance, however, that at least for 6 months he would not send to the front, and now all of a sudden receiving a wire saying that he was due to leave in 3 days' time and asking them to go and see him off. അപ്പോൾ ഹസ്ബൻഡിന് തോന്നി എല്ലാവരോടും എൻ്റെ ഭാര്യയുടെ വിഷമത്തിൻ്റെ കഥ പറയണം, എന്നാലാണ് എല്ലാവർക്കും അവളോട് അനുകമ്പ തോന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ഒരേ ഒരു മകനാണ്, ആ മകൻ 20 വയസ്സായിട്ടുള്ളൂ, അവൻ പഠിക്കാനായിട്ട് പോയത്. പക്ഷെ ഇപ്പോൾ അവൻ യുദ്ധത്തിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ചേർന്നപ്പോൾ 6 മാസം അവനെ യുദ്ധത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുപോവില്ലേ എന്ന് ഇവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 3 ദിവസത്തെ സമയമുള്ളൂ, ആ 3 ദിവസത്തിനുള്ളിൽ അവനെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുകയാണ്. പോയി കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവനെ ഇനി കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അമ്മയ്ക്കറിയാം എന്തായാലും യുദ്ധത്തിന് പോയ മകൻ ഒരു പക്ഷെ തിരിച്ചു വരില്ല എന്ന്. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ സങ്കടം. ഈ ഒരേ ഒരു മകനുള്ളൂ, ഈ മകന് വേണ്ടിയാണ് അവരെല്ലാം ജീവിച്ചതും ത്യജിച്ചതും ഒക്കെ. The woman under the big coat was twisting and wriggling, at times growling like a wild animal. So ഈ തടിച്ച സ്ത്രീ എന്താ പറയുക, ഞെരിഞ്ഞ് പിരിയാന്നൊക്കെ പറയില്ല, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, wriggle ചെയ്യുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഒരു വൈൽഡ് അനിമലിൻ്റെ പോലെ. Feeling certain that all those explanations would not have aroused a shadow of sympathy from those people. അപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബാക്കിയുള്ള യാത്രക്കാർക്ക് ഒരു രീതിയിലുള്ള അനുഗമയും അവളോട് തോന്നിയില്ല എന്ന്. മോസ്റ്റ് ലൈക്ക് ഈ വേർ ഇൻ ദ സെയിം പ്ലാറ്റ് ആസ് ഹെർസെൽഫ്, അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവളുടെ അതേ അവസ്ഥയിലായിരുന്നു ബാക്കിയുള്ളവരും. വൺ ഓഫ് ദം ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് പർട്ടിക്കുലർ അറ്റൻഷൻ സെഡ്, ഒരാൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, യു ഷുഡ് താങ്ക് ഗോഡ് ദാറ്റ് യുവർ സൺ ഈസ് ഓൺലി ലീവിങ് നൗ ഫോർ ദ ഫ്രണ്ട്. സത്യത്തിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം, നിങ്ങളുടെ മകൻ ഇപ്പോഴാണ് ഫ്രണ്ടിലേക്ക് പോകാൻ പോകുന്നത്, യുദ്ധത്തിന് മുൻനിരയിലേക്ക് പോകാൻ പോകുന്നത്. മൈൻ ഹാസ് ബീൻ സെൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ, എൻ്റെ മകനെ ആദ്യ ദിവസം തന്നെ കൊണ്ടുപോയി. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ് വൂണ്ടഡ് ദെൻ സെൻഡ് ബാക്ക് അഗെയിൻ ടു ദ ഫ്രണ്ട്, 2 പ്രാവശ്യം മുറിവും ചതവും പറ്റി തിരിച്ചു വന്നു, വീണ്ടും അവനെ കൊണ്ടുപോയി. വാട്ട് അബൌട്ട് മീ, അപ്പം മറ്റൊരാൾ പറയണേ, അപ്പോൾ എൻ്റെ അവസ്ഥയോ, ഐ ഹാവ് 2 സൺസ്, 2 മക്കളുണ്ടായിരുന്നു, 3 നെഫ്യൂസ്, അനന്തരവരുണ്ടായിരുന്നു, എല്ലാവരും യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ്. സെഡ് അനദർ പാസഞ്ചേഴ്സ്, മറ്റൊരു പാസഞ്ചർ പറഞ്ഞു. അപ്പം എന്താ ഈ ഹസ്ബൻഡ് എന്താ പറയുന്ന സമയത്ത്, മേ ബി ബട്ട് ഇൻ അവർ കേസ് ഇറ്റ് ഈസ് ഓൺലി സൺ വിൻജു ദ ഹസ്ബൻഡ്, പക്ഷെ നിങ്ങളെ പോലെയല്ല, എൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവർ പറയാണ്, വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്, ഒരു മകനായാലും 2 മകനായാലും നഷ്ടം തന്നെ, എന്ത് വ്യത്യാസം ഉണ്ടാക്കാനാ. യു മേ സ്മോയിൽ യുവർ ഓൺലി സൺ വിത്ത് എക്സസീവ് അറ്റൻഷൻ, ഒരു മകനായാൽ ചിലപ്പോൾ നിങ്ങൾ അവനെ ലാളിച്ച് ചിലപ്പോൾ നാശമാക്കും. ബട്ട് യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു കുഡ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് ഹെനി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് അവനെ കൂടുതലായിട്ടൊന്നും സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മകനാണെങ്കിലും 2 മകനാണെങ്കിലും ഒരേപോലത്തെ സ്നേഹം തന്നെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു മകനാണെങ്കിൽ കുറച്ചും കൂടെ വഷളാക്കും ലാളിച്ചിട്ടെന്ന് മാത്രം എന്ന് പറയണം. പെറ്റേണൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ്, അതൊരു ബ്രെഡ് പോലെയല്ല പിതാവിൻ്റെ സ്നേഹം അല്ലെ മാതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസസ്, അത് കഷ്ണാക്കി അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. എ ഫാദർ ഗീവ്സ് ഓൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവില്ലാത്ത ഒരു അച്ഛൻ മക്കൾക്ക് സ്നേഹം കൊടുക്കും, വെദർ ഇറ്റ് ബി 1 or 10, അത് 1 ആയാലും 10 ആയാലും. ആൻഡ് ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ മൈ 2 സൺസ്, ഐ എം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ. പക്ഷെ ഞാൻ 2 മക്കൾക്ക് വേണ്ടി വേദനിക്കുന്നുണ്ടെങ്കിൽ പകുതി ഒരാൾക്കോ അല്ല, ഞാൻ ഇരട്ടി വേദനിക്കുന്നു എന്ന് പറയാണ്.
ട്രൂ സൈഡ് ദ എംബറാസ് ഹസ്ബൻഡ്. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി ആൾ ശ്വാസം വിടുകയാണ്. ബട്ട് സപ്പോസ് പക്ഷേ എന്നുകൊണ്ട് വീണ്ടും പറയാണ്. ഓഫ് കോഴ്സ് വി ഓൾ ഹോപ്പ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. അങ്ങനെ എന്തായാലും സംഭവിക്കില്ല. എന്നിട്ട് പറയാണ് എ ഫാദർ ഹാസ് 2 sons at the front and he loses one of them. There is still one to console him. 2 മക്കൾ യുദ്ധമുഖത്ത് ഉണ്ടായിട്ട് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു മകൻ എന്തായാലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഉണ്ടാവും. വൈൽ യെസ് ആൻസർ ദ അതർ. അയാൾ പറഞ്ഞു ശരിയാണ്, ആശ്വസിപ്പിക്കാൻ ഉണ്ടാവും. ഗെറ്റിംഗ് ക്രോസ്. എന്നിട്ട് പറഞ്ഞു എ സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. ആശ്വസിപ്പിക്കാൻ എന്തായാലും ഒരു മകൻ ഉണ്ടാവും. ബട്ട് ഓൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹൂം ഹി മസ്റ്റ് സർവൈവ്. പക്ഷേ ആ മകന് വേണ്ടിയിട്ട് അയാൾക്ക് ജീവിക്കേണ്ടി വരും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മദർ ഓഫ് ആൻ ഓൺലി സൺ, ഒരു മകൻ മാത്രമുള്ള അച്ഛനാണെങ്കിൽ ഇഫ് ദ സൺ ഡൈസ്, ആ മകൻ മരിക്കുമ്പോൾ ഫാദർ ക്യാൻ ഡൈ ടു, അച്ഛനും മരിക്കാൻ പറ്റും. ആൻഡ് പുട്ട് ആൻ എൻഡ് ടു ഹിസ് ഡിസ്ട്രസ്, ആ വിഷമത്തിനൊരു അവസാനം വരും. അതേസമയം ഒരു മകനുണ്ടെങ്കിൽ ആ മകന് വേണ്ടി ജീവിക്കണം ഈ മകൻ മരിച്ച വേദനയിൽ എന്ന് പറയണം. വിച്ച് ഓഫ് ദ 2 പൊസിഷൻസ് ഈസ് വേഴ്സ്? ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്? ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്? മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ പ്രശ്നത്തേക്കാൾ കൂടുതൽ പ്രശ്നം എനിക്കാണ്. നോൺസെൻസ് ഇൻറപ്റ്റഡ് അനദർ ട്രാവലർ. വേറൊരാൾ പറഞ്ഞു എല്ലാം മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞു. എ ഫാറ്റ് റെഡ് ഫേസ്ഡ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ് ഓഫ് പ്ലൈസസ് ഗ്രേ. ഹി വാസ് പാൻറ്റിങ് ഫ്രം ഹിസ് ബൾജിങ് ഐ സീം ടു സ്പേർട്ട് ഇന്നർ വയലൻസ്. അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അൺകൺട്രോൾഡ് ആയിട്ടുള്ള വൈറ്റാലിറ്റി എനർജി ഉണ്ടായിരുന്നു. വിത്ത് ഹിസ് വീക്ക് ആൻഡ് ലൗഡ്ലി ഹാർട്ട്ലി കണ്ടെയ്ൻ. ഇതെന്താ പറഞ്ഞു നോൺസെൻസ്. ഹി റിപ്പീറ്റഡ്, വീണ്ടും പറഞ്ഞു. ട്രൈങ് ടു കവർ ഹിസ് മൗത്ത് വിത്ത് ഹിസ് ഹാൻഡ്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വായ മൂടിയിട്ടുണ്ട്, 2 പല്ലില്ലേ ഫ്രണ്ടിൽ, അത് കാരണം. നോൺസെൻസ്. ഡു വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം നൽകിയത് നമ്മുടെ ഗുണത്തിനാണോ? ദ അതർ ട്രാവലേഴ്സ് സ്റ്റാർട്ടഡ് അറ്റ് ഹിം ഇൻ ദിസ്. ബാക്കി എല്ലാവരും നോക്കി. ദ വൺ ഹു ഹാഡ് ഹിസ് സൺ ഒരു ഫ്രണ്ട് സിൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ സൈഡ്. അപ്പോൾ എല്ലാവരും നെടുവീർപ്പിടുന്നുണ്ട്. എന്ത് പറയുകയാണ്? യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്. നമ്മുടെ മക്കൾ നമുക്കുള്ളതല്ല. ദേ ബിലോങ് ടു ദ കൺട്രി. രാജ്യത്തിനുള്ളതാണ്. ബോഷ് റിറ്റോർട്ടഡ് ദ ഫാറ്റ് ട്രാവലർ. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? പറയണം നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം നൽകുമ്പോൾ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചോ? അല്ല. അവർ സൺസ് ആർ ബോൺ. നമ്മുടെ മക്കൾ ജനിച്ചു. കാരണം എന്താ? ബിക്കോസ് ദേ മസ്റ്റ് ബി ബോൺ. അവർ ജനിക്കണമായിരുന്നു. ആൻഡ് വെൻ ദേ കം ടു ലൈഫ്, അവർ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ദേ ടേക്ക് അവർ ഓൺ ലൈഫ് വിത്ത് ദം. നമ്മുടെ ജീവിതം കൂടെ അവർ കൊണ്ടുപോയി. ദിസ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം. വി ബിലോങ് ടു ദം. നമ്മൾ അവർക്കുള്ളതാണ്. ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. പക്ഷെ അവർ നമുക്കുള്ളത് അല്ല. ഓക്കെ, സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് വെൻ ദ റീച്ച് 20, 20 വയസ്സാകുമ്പോൾ ദേ ആർ എക്സാക്ട്ലി വാട്ട് വി ആർ. അവർ നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. വി ടു ഹാഡ് എ ഫാദർ ആൻഡ് മദർ. നമുക്കൊരു അച്ഛനമ്മയുണ്ടായിരുന്നു. ബട്ട് ദർ വർ സോ മെനി അതർ തിങ്സ് ആസ് വെൽ. ആ പ്രായത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഗേൾസ്, സിഗരറ്റ്സ്, ഇലൂഷൻസ്, ന്യൂ ടൈസ്, പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ കൺട്രി, രാജ്യം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഹൂസ് കോൾ വുഡ് ബി ഹാവ് ആൻസേർഡ്. ആരുടെ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്? വെൻ വി വർ 20 ആൻഡ് ഇഫ് ദ ഫാദർ ആൻഡ് മദർ ഹാഡ് സെഡ് നോ നൗ അറ്റ് അവർ ഏജ്. നമ്മുടെ പ്രായമാണ് നമ്മുടെ മക്കൾക്ക്. ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ്. നമുക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് രാജ്യത്തോട്. ബട്ട് സ്ട്രോങ്ങർ ദാൻ ദ ലവ് ഫോർ അവർ ചിൽഡ്രൻ. പക്ഷേ കൂടുതൽ സ്നേഹം നമ്മുടെ മക്കളോട് ആണെന്ന് മാത്രം. ഈസ് ദർ എനി വൺ ഓഫ് us ഹിയർ ഹു ഡിഡ്ന്റ് ഗ്ലാഡ്ലി ടേക്ക് ഹിസ് സൺസ് പ്ലേസ് അറ്റ് ദ ഫ്രണ്ട്? ഇവിടെ ആരെങ്കിലും ആവാതിരിക്കുമോ സ്വന്തം മക്കളുടെ സ്ഥാനം രാജ്യത്തിന് വേണ്ടി എടുക്കാനെന്ന് പറയണം. അതായത് മക്കളുടെ സ്ഥാനത്ത് നിന്ന് രാജ്യത്തിന് വേണ്ടി പൊരുതാൻ. അപ്പോൾ ഇത് രാജ്യസ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. ദർ വാസ് എ സൈലൻസ്. എല്ലാവരും മിണ്ടാണ്ടിരുന്നു. എല്ലാവരും തലയാട്ടി. വൈ ദെൻ? പിന്നെ എന്തുകൊണ്ടാണ്? കണ്ടിന്യൂഡ് ദ ഫാറ്റ് മാൻ. ഷുഡിൻ വി കൺസിഡർ ദ ഫീലിങ്സ് ഓഫ് അവർ ചിൽഡ്രൻ വെൻ ദേ ആർ 20? 20 വയസ്സുള്ളപ്പോൾ നമ്മുടെ മക്കളുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈസൻറ്റ് ഇറ്റ് നാച്ചുറൽ ദാറ്റ് അറ്റ് ദെയർ ഏജ്? നാച്ചുറൽ അല്ലേ? ദേ ഷുഡ് കൺസിഡർ ദ ലവ് ഫോർ ദെയർ കൺട്രി. രാജ്യത്തിൻ്റെ ഒരു ലവ്. ഐ എം സ്പീക്കിംഗ് ഓഫ് ഡീസൻറ്റ് ബോയ്സ്. ഞാൻ ഡീസൻറ്റ് കുട്ടികളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഈവൻ ഗ്രേറ്റർ ദാൻ ദ ലവ് ഫോർ us. ഈസൻറ്റ് ഇറ്റ് നാച്ചുറൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി സോ? ആഫ്റ്റർ ഓൾ ദേ മസ്റ്റ് ലുക്ക് അപ്പോൺ ഓൾഡ് ബോയ്സ് ഹു കനോട്ട് മൂവ് മോർ എന്ന് പറയാണ്. ഓക്കെ. ആൻഡ് മസ്റ്റ് ഹോം. ഇഫ് ദ കൺട്രി എക്സിസ്റ്റ്, ഇഫ് കൺട്രി ഈസ് നാച്ചുറൽ നെസസറി ബ്രെഡ് ഓഫ്. രാജ്യത്തിന് രാജ്യമാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡൈ ഓഫ് ഹങ്കർ മരിക്കും. സംബഡി മസ്റ്റ് ഗോ ടു ഡിഫെൻഡ്. അപ്പോൾ രാജ്യത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും പോകണം. ആൻഡ് വെൻ ദേ ആർ 20, 20 വയസ്സായപ്പോൾ ദേ ഡോണ്ട് വോണ്ട് ടീയേഴ്സ്. അവർക്ക് കണ്ണീരല്ല വേണ്ടത്. ബിക്കോസ് ഓഫ് അവർ മരിക്കുമ്പോഴും അവർക്ക് സങ്കടമല്ല. ദേ ഡൈ ഇൻഫ്ലെയിംഡ് ആൻഡ് ഹാപ്പി. അവർ സന്തോഷിച്ചിട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. കാരണം രാജ്യത്തിന് വേണ്ടിയാണ്. വീണ്ടും പറയാണ് ഐ എം സ്പീക്കിംഗ് ഓഫ് ഡീസൻറ്റ് ബോയ്സ്. നല്ല മക്കളെക്കുറിച്ചാണ് പറയുന്നത്. നൗ ഇഫ് വൺ ഡൈസ് യങ് ആൻഡ് ഹാപ്പി. ഒരാൾ ചെറുപ്പത്തിലേ മരിക്കുകയാണ് ഹാപ്പി ആയിട്ട്. വിത്തൗട്ട് ഹാവിങ് അഗ്ലി സൈഡ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ മോശം വശങ്ങളില്ലാതെ, ബോർഡം ഇല്ലാതെ, പെറ്റിനെസ് ഇല്ലാതെ, ഡിസൊല്യൂഷൻ ഇല്ലാതെ, വാട്ട് മോർ ക്യാൻ വി ആസ്ക് ഫോർ ഹിം? ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് പറയണം.
എവരി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈയിങ്, കരയാതിരിക്കൂ. എവരി വൺ ഷുഡ് ലാഫ്, ചിരിക്കൂ. ആസ് ഐ ഡു, ഞാൻ ചിരിക്കുന്ന പോലെ. അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ്, ദൈവത്തെ വിളിക്കൂ. ആസ് ഐ ഡു ബിക്കോസ് മൈ സൺ, എൻ്റെ മകൻ, ബിഫോർ ഡൈയിങ്, അപ്പോൾ ഇയാളുടെ മകൻ മരിച്ചു കേട്ടോ. മരിക്കുന്നതിന് മുമ്പ് സെൻഡ് എ മെസ്സേജ് സേയിങ്, എനിക്കൊരു മെസ്സേജ് അയച്ചു. അതിലെന്താ പറഞ്ഞേ? ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ്, സംതൃപ്തിയോടെയാണ് മരിക്കുന്നത്. അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ, ജീവിതം നല്ല രീതിയിൽ അവസാനിച്ചത്. കാരണം എന്തൊരു പട്ടാളക്കാരനായിട്ട് രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഹി കുഡ് ഹാവ് വിഷ്ഡ്, അയാൾ ആഗ്രഹിച്ച പോലെ. ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് ഹാവ് വിയർ മോർണിംഗ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കരയാതിരിക്കുന്നതെന്ന് പറയാണ്. ഹി ഷുക്ക് ഹിസ് ലൈറ്റ് ഫോൺ കോട്ട്, എന്നിട്ട് കോട്ട് ഇത് കാണിക്കാൻ പോവാണ്. ലിപ്പ് ഓഫർ ഹിസ് മിസ്സിങ് ടീത്ത് വാസ്, പക്ഷെ ആ സമയത്ത് ചുണ്ടിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഐസ് വെർ വാട്ടറി, കരയരുതെന്ന് പറഞ്ഞിട്ട് അയാൾ കരയായിരുന്നു. ആൻഡ് മോഷൻലെസ്. ആൻഡ് സൂൺ ആഫ്റ്റർ ഹി എൻഡഡ് വിത്ത് എ സ്ട്രിൽ ഓഫ്, ചിരിച്ചു. വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോപ്പ്, ഒരു കണ്ണീര് പോലെ. ക്വൈറ്റ് സോ എഗ്രി ദ അതേഴ്സ്, എല്ലാവരും സമ്മതിച്ചു. ദ വുമൺ ഹൂ ബണ്ടിൽഡ് ഇൻ എ കോർണർ അണ്ടർ ഹെർ, കൂടെ തടിച്ച സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവിടെ, സിറ്റിംഗ് ആൻഡ് ലിസണിങ്, അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months ട്രൈ ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ് ഹെർ ഫ്രണ്ട് സംതിങ് ടു കൺസോൾ ഇൻ ഹെർ ഡീപ് സോറോ, സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹെർ ബോ എ മദർ വുഡ് റിസൈൻ herself to send her son not even to death but to a probable danger of life. അപ്പോൾ ആ സ്ത്രീക്ക് തോന്നി ഒരുപാട് പേര് ഈ കാലം കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും നല്ല ആശ്വാസ വാക്കുകൾ വേറെ കിട്ടിയിട്ടില്ല എന്നവൾക്ക് തോന്നി എന്ന് പറയാണ്. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അവളെ അമേസ് ചെയ്തു, അത്ഭുതപ്പെടുത്തി. ഓൾമോസ്റ്റ് ആൻഡ് ഷീ സഡൻലി റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ അതേഴ്സ് ഹൂ വർ റോങ്, അപ്പോൾ അവൾക്ക് മനസ്സിലായി മറ്റുള്ളവരല്ല കുറ്റക്കാർ. ആൻഡ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെർ, മറ്റുള്ളവരല്ല അവളെ മനസ്സിലാക്കാത്തത്, പക്ഷെയോ herself who could not rise up to the same height of those fathers and mothers will resign themselves without crying, not only to the dispatcher of their son but even to their death. സോ മറ്റുള്ള അതായത് സ്വന്തം മക്കൾ രാജ്യത്തിന് വേണ്ടി മരിക്കുമ്പോൾ അത് സന്തോഷത്തോടെ അതിൻ്റെ കാര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന മാതാപിതാക്കളോളം തനിക്ക് ഉയരാൻ പറ്റാത്തതാണ് തൻ്റെ പ്രശ്നം എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. She lifted her head, തല ഉയർത്തി. She bent over the corner, trying to see with great attention to the details with the fat man. അവൾ കൂടുതലായിട്ട് ഈ ഫാറ്റ് മാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അബൌട്ട് ദ വേ ഹിസ് സൺ ഹാഡ് ഫോളൻ ആസ് എ ഹീറോ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഹീറോ ആയിട്ട് മരിച്ചത്. ഫോർ ഹിസ് കിങ് ആൻഡ് ഹിസ് കൺട്രി, രാജാവിനും രാജ്യത്തിനും വേണ്ടി. ആൻഡ് ഹാപ്പി, സന്തോഷത്തോടെ. ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്, നിരാശയില്ലാതെ. ഹി സീം ടു ഹെർ ദാറ്റ് ഷീ ഹാഡ് സ്റ്റംബിൾ ഇൻ ടു എ വേൾഡ് ഷീ ഹാഡ് എവർ ഡ്രീംഡ് ഓഫ്. സോ ഏതോ ഞാൻ ആഗ്രഹിച്ച ഒരു സ്വപ്ന ലോകത്തേക്ക് എത്തിയ പോലെ അവൾക്ക് തോന്നി. എ വേൾഡ് സോ ഫാർ അൺനോൺ ടു ഹെർ, അത്ര കാലം അവൾക്ക് അത് അറിയില്ലായിരുന്നു. ആൻഡ് ഷീ വാസ് സോ പ്ലീസ്ഡ്, സന്തോഷമായി. എവരി വൺ ജോയിനിങ് ഇൻ കൺഗ്രാജുലേറ്റിംഗ്, എല്ലാവരും ഗ്രേറ്റ് ഫാദറിനെ അഭിനന്ദിച്ചു. Could so solicitously speak of his life death. Then suddenly, just as if he had heard nothing of what had been said, almost if waking up a dream, she turned the old man, asking him, then is your son really dead? വീണ്ടും വിളി ചോദിക്കുകയാണ്. എന്ത്? നിങ്ങളുടെ മകൻ മരിച്ചു. എന്തോ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ, അത്രയും വിശ്വസിക്കാൻ പറ്റാതെ. എവരിബഡി സ്റ്റേഡ് അറ്റ് ഹെർ, എല്ലാവരും അവളെ തുറച്ചു നോക്കി. അതല്ല അയാൾ ഇത്ര നേരം പറഞ്ഞു എന്ന രീതിയിൽ. ഓൾഡ് മാൻ ടു, അയാൾക്കത് ഇത്ര കാലം വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സത്യമായിരിക്കാം. അപ്പം അയാളും ഞെട്ടി. ടേൺ ടു ലുക്ക് അറ്റ് ഹെർ, വീണ്ടും നോക്കി. ഫിക്സിങ് ഹിസ് ഗ്രേറ്റ് ബൾജർലി ഹൊറിബിളി വാട്ടർ, അയാൾ കണ്ണിലൊക്കെ കണ്ണുനീര് നിറഞ്ഞു. അത് യാഥാർത്ഥ്യം വീണ്ടും മനസ്സിലാകുമ്പോൾ. ഡീപ്പ് ഇൻ ഹെർ ഫേസ്. ഫോർ സം ലിറ്റിൽ ടൈം ഹി ട്രൈ ടു ആൻസർ ബട്ട് വേർഡ്സ് ഫെയിൽഡ്. ഉത്തരം പറയാൻ ശ്രമിച്ചു, മരിച്ചു എന്ന്, പക്ഷെ പറയാൻ പറ്റിയില്ല. ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഓൾമോസ്റ്റ് ആസ് ഇഫ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി ഇൻഗ്രോജിയസ് ക്വസ്റ്റ്യൻ ഹി ഹാഡ് സഡൻലി റിയലൈസ് അറ്റ് ലാസ്റ്റ് ഹിസ് സൺ വാസ്. അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് എൻ്റെ മകൻ മരിച്ചൂലേ എന്ന്. ഗോൺ ഫോർ എവർ, എന്നേക്കുമായിട്ട് പോയി. ഫോർ എവർ. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ്, ബിക്കം ഹൊറിബിളി ഡിസ്റ്റോർട്ടഡ്. ഹിസ് സ്നാച്ച് ആൻഡ് ഹേസ്റ്റ്. ഇപ്പോൾ ഇയാൾ വേഗം ഒരു ഹാൻഡ് കർച്ചീഫിന് വേണ്ടി നോക്കുകയാണ് പോക്കറ്റിൽ. അത്രയും കണ്ണുനീര് വരുന്നുണ്ട്. ആൻഡ് ടു എമേസ്മെൻറ്റ് ഓഫ് എവരി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രോക്ക് ഇൻ ടു ഹാരോയിങ്, അയാൾ കരയാൻ തുടങ്ങി. ഹാർട്ട് റെൻഡറിങ്, ആർക്കും വിഷമം തോന്നുന്ന രീതിയിൽ. അൺകൺട്രോളബിൾ സോപ്സ്, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കരച്ചിൽ, കണ്ണുനീര്. സോ ഒരേ സമയം ദേശസ്നേഹം, ഒരച്ഛനും മകനോടുള്ള സ്നേഹം എല്ലാം ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. സോ അത്രയും അതോടൊപ്പം തന്നെ കോമിക്കായിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്, പക്ഷേ ട്രാജഡികളും ഉണ്ട്. ഒക്കെ മിക്സ് ചെയ്യുന്ന ട്രാജഡി പ്ലസ് ഫാഴ്സ് ഫാഴ്സ് രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ ലൂയിജി പിരാൻഡലോയുടെ വാർ. നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.